നമസ്കാരം. എന്തുകൊണ്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനെതിരെ കഴിഞ്ഞ ദിവസം രാത്രി കൊടുത്ത വാർത്ത പിൻവലിച്ചു? പലരും അന്വേഷിക്കുന്നുണ്ട്, വിളിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഒരു ക്ലാരിറ്റി വരുത്തുക. വാർത്ത ഫേക്ക് ആണെന്ന് അറിഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ആ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് കണ്ടത്, അല്ലെങ്കിൽ ആ വാർത്ത പ്രത്യക്ഷപ്പെട്ടത് പ്രസാദ് നൂറനാട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലാണ് എന്റെ ശ്രദ്ധയിൽ അത് പെടുന്നത്. ആ അക്കൗണ്ട് നോക്കുമ്പോൾ CTVയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടാണ്, അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവമാണെന്ന് അത് കണ്ടപ്പോൾ ബോധ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് കാണുമ്പോൾ പോലീസ് ഒരു കുടുംബത്തോട് കാണിച്ച അതിക്രമമാണ്. അതായത് തമ്പാനൂർ ബസ് സ്റ്റേഷനടുത്ത് ഇദ്ദേഹം വണ്ടി നിർത്തുന്നു, അച്ഛനും അമ്മയും ഇദ്ദേഹം അടുത്തെത്തിയതേ ഉള്ളൂ. അത് വിളിക്കാൻ വേണ്ടി നിർത്തിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ അകത്ത് കയറി ഇരിക്കുന്ന ദൃശ്യമുണ്ട്. പിന്നീട് ഇവരെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. അവിടെ വെച്ചുള്ള അദ്ദേഹത്തിന്റെ ബ്രീഫിംഗും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വോയിസ് ഓവറിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിനുണ്ടായ ദുരനുഭവം എന്നുള്ള നിലയ്ക്ക് ഇന്നലെ ആ വാർത്ത ചെയ്തത്. അതിനുശേഷമാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം അറിയാനിടയായത്. അതായത് തമ്പാനൂർ CI ഉൾപ്പെടെയുള്ളവരുടെ അടുത്ത് ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തി ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനു ശേഷം വിദഗ്ധമായിട്ട് അതിലെ കുറെ ദൃശ്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തനിക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം തമ്പാനൂരിലെ ASI ആയിട്ടുള്ള അജിത് കുമാറിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാനും പോലീസ് മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഫേക്ക് വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടത്. അത് എങ്ങനെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തരാം. ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആ ദൃശ്യവും അയാൾ പറയുന്ന വാചകവും ഒന്ന് കേട്ടെ. ഇവിടെ തമ്പാനൂർ ഫ്രണ്ട് ഞാൻ അച്ഛനെ അമ്മയും കയറ്റാൻ വേണ്ടി വന്നതാണ്. വണ്ടി ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരെ ഞാൻ ഇരുന്നുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ പാർക്ക് ചെയ്ത് ശരിയായില്ല, സ്റ്റേഷൻ കൊണ്ട് ഇപ്പൊ ഫൈൻ അടക്കണമെന്ന്. അതാണ് സാറ് പറയുന്നത്. ഒരു മനസാക്ഷി വേണ്ടേ? ഇവിടെ തമ്പാനൂര് അച്ഛനെ അമ്മയെ കയറ്റാൻ ആശുപത്രി പോകാൻ വേണ്ടി വന്നവരാ. തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അച്ഛനെ അമ്മയെ കയറ്റാൻ വന്നാണ്. അച്ഛനെ അമ്മയെ കയറ്റാൻ വന്നതാണ്. അപ്പൊ പുള്ളിക്ക് പെറ്റി അടിക്കണം. ഇതാ അച്ഛനും സ്റ്റേഷനിലെ അമ്മയും സ്റ്റേഷനിലെ. കേട്ടല്ലോ, അമ്മയും അച്ഛനും അവിടെ എത്തി. ഇങ്ങോട്ട് കയറുന്നതിനകത്ത് ഞാൻ ഇവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതായിരുന്നു. പോലീസുകാരൻ ഉടനടി വന്നിട്ട് നിങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തതിന്റെ പേരിൽ പെറ്റി അടിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഒപ്പം ആ വൃദ്ധരായിട്ടുള്ള അമ്മയും അച്ഛനും അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, അതായത് പോലീസ് ഉദ്യോഗസ്ഥനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പോലും വളരെ മര്യാദയ്ക്ക് ഒരു തരത്തിലുള്ള പ്രകോപനമോ രോഷപ്രകടനമോ കാണിക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനകത്ത് ഇരിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പുറത്തെന്തോ ധാർഷ്ട്യം കാണിച്ചതിന് ശേഷമാണ് ഇത് ചെയ്തതെന്നാണ് കരുതിയത്. പക്ഷേ ഒറിജിനൽ ദൃശ്യം വന്നിട്ടുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന സീബ്ര ലൈനിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് നല്ല ആൾക്കൂട്ടമുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ അവിടെ പെട്ടെന്ന് ഒരാൾ വന്നു നിന്ന് ഈ വൃദ്ധ ദമ്പതികളെ കയറ്റാൻ നിർത്തിയ സന്ദർഭത്തിലാണ് പോലീസ് ഇത് പറഞ്ഞു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ദൃശ്യം കണ്ടപ്പോൾ ഏകദേശം 5 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ദൃശ്യത്തിൽ ഇത്രയും സമയം, അതും വളരെ പീക്കായിട്ടുള്ള ടൈമിൽ ബസ് നിർത്തുന്ന സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ഒരു കാർ നിർത്തിയതിനു ശേഷം അത് നിയമവിരുദ്ധമാണെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് മുന്നോട്ട് വന്ന് പറയുമ്പോൾ അയാളോട് ഹുങ്ക് കാണിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായി എന്ന് ബോധ്യപ്പെടുകയാണ്. അത് ആ 5 മിനിറ്റ് നീളുന്ന ദൃശ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തും.
കണ്ടില്ലേ? ആ സംഭവം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ തുടക്കത്തിലെ നോക്കൂ, ആ ദൃശ്യത്തിൽ എവിടെയും പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കാറിന് സമീപമില്ല. സ്വാഭാവികമായിട്ടും അവിടെ പോലീസിനെ നിയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ബസ് സ്റ്റാൻഡാണ്, അപകടം ഉണ്ടാകാതിരിക്കുക, തിരക്കുണ്ടാകാതിരിക്കുക, ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കുക, അതിനുവേണ്ടി ഇത്തരം പാർക്കിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഫോട്ടോ എടുത്ത് പെറ്റിയടിക്കാറാണ് സാധാരണ പതിവ്. എന്നാൽ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം കൈവശമില്ലായിരുന്നു. മെഷീൻ മുഖേന എന്തോ ഫോട്ടോ എടുക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു. നോ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ ഇത്രയും ആള് കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി മറ്റൊരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം 5 മിനിറ്റിലേറെ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിനകത്ത് കൊണ്ടുവന്ന് ഇടാമോ? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അതിൽ സ്വാഭാവികമായിട്ടും പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, കാറ് പാർക്ക് ചെയ്തതല്ലല്ലോ, അതിനകത്ത് ആളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആളുണ്ടായിരുന്നാലും ഇത്തരം പ്രദേശങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് ആദ്യം ഇദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും വണ്ടിയെടുത്ത് മാറ്റാൻ തയ്യാറാകാതെ ഹുങ്ക് കാണിച്ച് ആ കാർ ഡ്രൈവർ അവിടെ നിൽക്കുന്നത് കാണാം. അതായത് അച്ഛനും അമ്മയും വിളിക്കാനാണ്. സ്വാഭാവികമായിട്ട് അവർ വരുന്ന സന്ദർഭത്തിൽ അടുത്തേക്ക് വരുന്നു. ആ കയറാൻ പോകുന്ന ഏത് അവരുടെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കയറാൻ നേരത്ത് പോലീസുകാരൻ അകത്ത് കയറി ഇരുന്നതല്ല. ഏകദേശം 4 മിനിറ്റോളം ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വരാനുള്ള സന്ദർഭത്തിൽ വന്നാൽ പോരെ. കുറച്ച് സമയം അധികം അവിടെ കൊണ്ടുവന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വണ്ടിക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ പുറകെ വരുന്ന ബാക്കിയുള്ള വണ്ടികൾക്ക് ആനുകൂല്യം കൊടുക്കാതിരിക്കാൻ പറ്റൂ? ഇയാൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് പറയാൻ പറ്റൂ? അപ്പോ ഒരു മിസ്റ്റേക്ക് ആദ്യം കാട്ടിയത് ആരാണ്? ആ കാർ ഓടിച്ചിരുന്ന വ്യക്തി തന്നെയാണ്. അതിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചൂണ്ടിക്കാട്ടിയതിനു ശേഷം എപ്പോഴാണ് ആ കാറിനകത്ത് കയറുന്നതെന്ന് കൂടി നിങ്ങൾ നോക്കൂ. ആദ്യമൊന്നും ആ കാറിനകത്ത് കയറുന്നില്ല. പുറത്ത് ഗ്ലാസിനകത്ത് നിന്നാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ആ സമയം ഈ ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്നതിന്റെ ഈ ഹുങ്കൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ കാണിക്കാൻ തോന്നും. ചാനലിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ നിയമവിരുദ്ധമായിട്ട്, അതായത് സീബ്ര ലൈനിന് തൊട്ടടുത്തായിട്ടാണ് ആ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. KSRTC ബസ്സുകൾ വന്ന് വളഞ്ഞ് കടന്നു പോകുന്ന പോയിന്റ് കൂടിയാണ്. ബസ്സുകൾ കൊണ്ടുവന്ന് ആൾക്കാരെ കയറ്റേണ്ട സ്ഥലമാണ്. അവിടെ 5 മിനിറ്റിലേറെ ഒരാളെ പിക്ക് ചെയ്യാൻ എന്ന പേരിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അവിടെ നിയമപാലകർ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് പാലിക്കാനുള്ള മര്യാദ ഒരു പൗരനുണ്ട്. ആ പൗരന്റെ കടമ ചെയ്യാതെയാണ് ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും കയറുന്ന സന്ദർഭം തൊട്ടുള്ള വീഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും ഒരു സംവിധാനത്തെയും മുഴുവൻ ആക്ഷേപിക്കാനായിട്ട് പ്രസാദ് നൂറനാടെന്ന വ്യക്തി തയ്യാറായതെന്ന് വേണം ആ വിഷ്വൽ കൊണ്ട് അനുമാനിക്കാൻ. അതുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി CI തന്നെ CCTV ദൃശ്യങ്ങൾ അയച്ചു തന്നതിന് ശേഷം നിങ്ങൾ വസ്തുത മനസ്സിലാക്കി വാർത്ത കൊടുക്കണമെന്നുള്ള റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് അത് പരിശോധിക്കുകയും അതിൽ ആരാണോ ഇരവാദം പറഞ്ഞ വ്യക്തി പോലീസിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി താൻ ചെയ്ത തെറ്റ് മറച്ചു വെച്ച് അവരെ പ്രതിക്കൂട്ടിൽ നിർത്തി അങ്ങനെ ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചതാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും അർഹിക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ട് അവരെ മൈൻഡ് ചെയ്യില്ല എന്ന മനോഭാവം കാട്ടിയതാണ് ഈ പ്രശ്നത്തെ ഇത്രത്തോളം വഷളാക്കിയത്. അതിന് ആ ഡ്രൈവറിനും ഉത്തരവാദിത്തമുണ്ട്. ആ ASI ചെയ്തത് കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വളരെ കൃത്യമായി ആ ദൃശ്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ചെയ്ത വാർത്ത തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പിൻവലിച്ച് അനാവശ്യമായി ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടണ്ട എന്ന ഉറച്ച മാധ്യമ നിലപാട് തന്നെയാണ് അത്തരം ഒരു തീരുമാനമെടുക്കാൻ കാരണം. തെറ്റുപറ്റിയെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനും അല്ലെങ്കിൽ ചെയ്തതിനെ ന്യായീകരിക്കാനും തയ്യാറല്ല. ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ശരി എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ദൃശ്യം ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൂടി ചെയ്യുന്നത്.